എട്ടാം ശമ്പള കമ്മീഷന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനാണ് കമ്മീഷൻ. ബജറ്റിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അനുമതി. 50 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്ക് ഗുണം ലഭിക്കുന്നതാണ് തീരുമാനം. വിരമിച്ചവരുടെ പെൻഷനും പരിഷ്കരിക്കും. വിരളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, എട്ടാം ശമ്പള കമ്മീഷനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായിട്ടുള്ളത്. എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ സർക്കാർ തലത്തിൽ പുരോഗമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഒപ്പം വിരമിച്ച ജീവനക്കാരുടെ പെൻഷനും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്ന ുള്ള കൂടിയാലോചനകളും ശുപാർശകളുമായിരിക്കും എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നൽകുക. നിലവിൽ ഏഴാം ശമ്പള പരിഷ്കരണ കമ്മീഷന് 2026 വരെ കാലാവധിയുണ്ട്. അതിനുശേഷമായിരിക്കും എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഏകദേശം 50 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഈ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയിലൂടെ ശമ്പള വർധനവും ആനുകൂല്യങ്ങളിൽ വർധനവും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാജ്യത്തെ 50 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന് അനുമതി നൽകിയിട്ടുള്ളത്. കമ്മീഷൻ അധ്യക്ഷനും 2 അംഗങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാകും എന്നുള്ളതും ഒപ്പം ആരൊക്കെയായിരിക്കും അംഗങ്ങൾ എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുകയാണ്. അക്കാര്യങ്ങൾ കൂടി ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് ഉത്തരവിറക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.